ഇന്നൊരു കുക്കിംഗ് എന്നല്ല, നമ്മളെ വീട്ടിലെ ഫുഡും കാര്യം വെക്കുന്നതും പിന്നെ ഒരു മഞ്ചേരി യാത്ര ഉണ്ട്. അപ്പോൾ അത് രണ്ട് സംഭവങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഏട്ടൻ്റെ വീട്ടിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ അതാണ് വീഡിയോൻ്റെ പ്രത്യേകത ഇന്നത്തേത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ്, ഇങ്ങനെ എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെ കമൻ്റ് ഇടുക. ഇപ്പോൾ നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ഞാൻ അവരുടെ ആ കമൻറ്റിലൂടെ ആ ഒരു ചാനലിൽ കയറിയിട്ട് പിന്നെ ഞാൻ ഓരോ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് അവിടെയും തന്നെ ഒന്ന് കമൻ്റ് ഇട്ടിട്ടില്ല എനിക്കൊരു സമാധാനം കിട്ടൂല. അപ്പോൾ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. ലൈക്ക് ഇല്ലെങ്കിലും വളരെ കമൻ്റ് ഇട്ടാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് അവരുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണാമല്ലോ. നമ്മളെപ്പോലെ കുഞ്ഞു ചാനൽ തുടങ്ങിയ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കാരണം എന്തെങ്കിലും ഒരു ഉപകാരം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. പൈസ കൊണ്ട് കാര്യങ്ങൾ കൊണ്ടൊന്നും അപ്പോൾ സഹായിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ കണ്ടിട്ടെങ്കിലും നമുക്ക് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അങ്ങനെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒന്നായിട്ടുണ്ട് ചോറും കറിയും കാര്യങ്ങളൊക്കെ വെക്കണത്. ഇനിയിപ്പോൾ ഏതായാലും മഞ്ചേരിക്ക് പോയാൽ പിന്നെ വന്നാൽ പിന്നെ വെക്കാൻ നേരം ഉണ്ടാവില്ല. കൊണ്ടുപോകണത് പടകളും ഉണ്ടാവും എൻ്റെ അപ്പം. അപ്പോൾ പിന്നെ വന്നാൽ വയ്ക്കാനൊന്നും നേരമായിട്ടല്ല. പിന്നെ ആ കൊണ്ടുവന്ന സാധനങ്ങൾ നോക്കലും അങ്ങോട്ടൊന്ന് വെക്കലും പിന്നെ അതൊരു തകൃതി പണിയാവും. അങ്ങനെ തേജുട്ടനെയും കൊണ്ടാണ് പോണത്. അവനെ കൊണ്ടുപോകണ്ടെന്ന് കരുതിയിരുന്നു. പിന്നെ ഏട്ടന് ഉച്ചയ്ക്ക് പണിയേറി വന്നിട്ട് പിന്നെയും പണിക്ക് പോയി. അതുകൊണ്ട് പിന്നെ കൊണ്ടുപോകല നിവർത്തില്ല. തോട്ടിൽ ചാടണം പറഞ്ഞ് നടക്കുക. തോട്ടിലേ ഓനേ അതിൽ പിന്നെ എന്തായാലും സോപ്പൊക്കെ ഇട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി എത്തി. ഞങ്ങൾ പിന്നെ ബാഗ് മേടിക്കാൻ ഞങ്ങൾ സ്ഥിരം ഫാൻസി ഉണ്ട്. ബാഗല്ല കേട്ടോ, ബുക്കും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള സ്ഥിരം ഫാൻസി ബാഗ് ഇവിടുന്ന് മേടിക്കണില്ല. ബാഗിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് മേടിക്കാന്ന് ബാക്കി സാമഗ്രികളൊക്കെ ഇവിടുന്ന് മേടിക്കുകയാണ്, ബുക്കും കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ ഫാൻസിക്ക് കയറുന്ന ആ വഴിയിൽ തന്നെ ഉണ്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട്. അപ്പോൾ എന്താ കഴിഞ്ഞ വർഷത്തെ പഴയ സ്റ്റോക്കും കാര്യങ്ങളാണ് ഇതൊക്കെ. നല്ല പാത്രങ്ങൾ കേട്ടോ. ഒരു ചിലതിനൊക്കെ എന്തോ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കിയെടുത്താൽ നല്ല പാത്രങ്ങൾ കിട്ടും. ഒന്നിന് ഇത്ര 10 റുപ്യ. ഞങ്ങൾ 3 മേടിച്ചു. 60 റുപ്യക്ക് 3 പാത്രം കിട്ടിയിട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ശരിക്കും അങ്ങനെ നോക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ആ ചൂടനെ കൊണ്ടല്ലേ നോക്കണത്. അപ്പോൾ പിന്നെ അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് അങ്ങനെ 3 പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ പാത്രങ്ങൾ. ഒന്ന് തേജുട്ടൻ്റെ അടുത്ത് നിന്ന് ഞാനെടുത്തു, ഒന്ന് അവനെടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് 3 ഒരു പാത്രമായി. വെറുതെ ഒരു രസം അത്രേ ഉള്ളൂ. കണ്ടപ്പോൾ ഒരു കൗതുകം എന്ന് പറയൂലേ, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാഗിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി. ഇവിടെ തന്നെ ഒരു സ്റ്റിച്ച് ചെയ്ത് വിൽക്കണ ഷോപ്പാണ്. പിന്നെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൊണ്ടു കൊടുക്കാം. അപ്പോൾ കൈ പിടിച്ചിരിക്കണ ബാഗുണ്ടോ, അത്ര 500 900 ബാഗിന്. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, എന്തിനാണത്, അടുത്ത പ്രാവശ്യം പിന്നെയും മേടിക്കണം. അപ്പോൾ പിന്നെ അത്ര വലിയ ബാഗൊന്നും മേടിച്ചിട്ട് കാര്യമല്ലോ. സിമ്പിളായിട്ടുള്ള സാധാ ബാഗുകൾ നോക്കുന്നത് ഏഞ്ചലിൻ്റെ അങ്ങനത്തെ എന്തൊക്കെയാണ്. പിന്നെ അങ്ങനത്തെ ഒരു കുറഞ്ഞ ബാഗ് കിട്ടിയിട്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് ഫുഡ് അടിക്കാനാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ടേ. അപ്പോൾ വിശക്കണുണ്ടോ പറഞ്ഞ് നിൽക്കുകയാണ് തേച്ചിട്ടന്. ഓനവിടെ മഞ്ചേരിക്ക് ഇറങ്ങിയ ഓനിങ്ങനെ മണം പിടിക്കുക കാണാം. അപ്പോൾ ചിക്കൻ്റെ മണം വരുന്നുണ്ടമ്മ വയ്ക്ക് വേണോ പറയും. അതിൽ ഞാൻ പറഞ്ഞു നമുക്ക് മേടിച്ചാൽ അടങ്ങി നിൽക്കുക, അങ്ങനെ ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി എത്തി. അങ്ങനെ ഫുഡ് അടിക്കാൻ എത്തിയതും പോരാ, പിന്നെ അത്യാവശ്യം നല്ലൊരു കൂൾബാറാണ് കേട്ടോ. പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ മൂടിങ്ങനെ ഡാൻസ് എടുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പേടിച്ചിട്ടോ അല്ല ഡാൻസും കളിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കാത്തിരുന്ന് ഞങ്ങൾ ഫുഡ് എത്തിയിട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വരുന്നില്ല. അപ്പം തേച്ചിട്ട് അങ്ങനെ പറയണം, അമ്മ ഓർക്ക് വന്നു നമുക്കെന്താ വരാത്തതാണ്, ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കുകയാണ്. അങ്ങനെ സാധനം വന്നിട്ടോ. ബർഗറാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബർഗറും ലൈമും 2 ബർഗർ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. തേജുട്ടിനും അവനിക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ സാധനമൊന്നും വലിയ ഇഷ്ടമല്ല. ബ്രെഡിൻ്റെ സംഭവങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ പറഞ്ഞാൽ ഇനി 2 ആൾക്കും മേടിച്ചതുകൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ ബാക്കിയാക്കിയാൽ അത് പിന്നെ ഞാൻ തന്നെ തിന്നണ്ടേ. അപ്പോൾ പിന്നെ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് പിന്നെ ഞാൻ മേടിച്ചതൊന്നുമില്ല. അത് പറഞ്ഞ പോലെ തന്നെ അവന് കുറച്ച് തിന്നിട്ട് പിന്നെ ഒക്കെ വേണ്ട പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പാക്കി. പിന്നെ ഞങ്ങൾ 3 ആളും അതൊക്കെ ഒന്ന് കഴിച്ച് പിന്നെ ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് ഓട്ടോ കയറി പോന്നു. രാത്രി മഞ്ചേരിയിൽ നിന്ന് പോരുമ്പോൾ നല്ലൊരു രസമാണ്, ലൈറ്റും കാര്യം. പിന്നെ ഞങ്ങളും മക്കളും ഞാനും കൂടെ അല്ലേ പോയിട്ടുള്ളത്. ഏട്ടനെ കൊണ്ടുപോയി പിന്നെ ചീത്ത അറിയിട്ടോ, അങ്ങനെ കറങ്ങിയെടുക്കാനൊന്നും അയക്കില്ല ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഓട്ടോ കയറി കുറച്ച് ദൂരമുള്ള മഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്.
അപ്പോൾ ഓന് സ്പൈഡർമാൻ്റെ ബാഗൊക്കെ ബോക്സൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ പോന് അതൊക്കെ? സ്പൈഡർമാൻ്റെ പിക്ചർ കണ്ട് മേടിച്ചതാണ് അവന്. അങ്കലവാടി പോണ ഓനും സ്പൈഡർമാൻ, നമുക്കോ ഒന്നുമില്ല. അപ്പം ഞാൻ പിന്നെ എന്നാ നിങ്ങൾ ബുക്കൊക്കെ കാണിച്ചു കൊടുക്കുക, അതൊക്കെ കാണിച്ചു കൊടുക്കുക, ബാഗൊക്കെ കാണിച്ചു കൊടുക്കുക പറഞ്ഞാണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ആ സാധനങ്ങളൊക്കെ ഒരു കാണിച്ചു കൊടുത്ത് കഴിഞ്ഞ് പിന്നെ എന്നാൽ ഞാൻ എൻ്റെ കഴിഞ്ഞ് വെച്ച് പൊറുക്കി വെച്ച് പറഞ്ഞു. പിന്നെ ഞാൻ അവനീൻ്റെ കാണിക്കൽ തുടങ്ങി. അതാ ഓൽക്കൊരു രസം അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കാണിച്ചു കൊടുക്ക്, ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം പറഞ്ഞു. മോളെ വിചാരം ഓള് പറയുന്നതൊക്കെ ശരിക്കും എടുക്കുന്നുണ്ടെന്നാണ് പറയണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. ഞാകപ്പാട് അച്ഛൻ വിളിയാവും. അതിൻ്റെ ഇടയിൽ തേജുട്ടിന് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളൊരു വീഡിയോക്കെ ഒന്ന് ഇഷ്ടമായാൽ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ല അല്ലേ? എനിക്കൊന്നിനും ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്കൊക്കെ കുഞ്ഞാക്കാൻ്റെ വീടിൽ നിന്ന് അരി സാധനം മേടിച്ചുകൊണ്ടിരുമ്പോൾ അവിടെ ഉണ്ടാവും ബുക്ക്. അപ്പോൾ അവിടുന്ന് മേടിച്ചുകൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ അതൊന്നല്ല.